Welcome to Crypto Tribe, to the moon and beyond with Crypto Master. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് എല്ലാ ആഴ്ചയിലും ബിറ്റ്കോയിൻ, എതേറിയം, സെലക്ടഡ് ആൾട്ട്കോയിൻസിന്റെയും ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ അപ്ഡേറ്റ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. സോ പ്ലാൻ അഹെഡ് ആൻഡ് ട്രേഡ് വിത്ത് എ സ്റ്റോപ്പ് ലോസ്. Disclaimer: I'm just a messenger of the data, so do your own research and invest for your future. This is Mirzad and I'm your Crypto Master and we talk business in crypto. Let's go. Welcome back to Crypto Tribe, to the moon and beyond with Crypto Master. This is your Mirzad here. ക്രിപ്റ്റോ കറൻസിയിലേക്ക് എൻ്റർ ആവുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ ഡോമിനൻസ് ചാർട്ട്. മാർക്കറ്റ് ക്യാപ് ബിറ്റ്കോയിൻ ഡോമിനൻസ് ട്രേഡിംഗ് വ്യൂവിൽ ഈ ചാർട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഡോമിനൻസിനെ കുറിച്ചിട്ട് ഈ ചാർട്ടിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ പിന്നാലെ വരുന്ന ആൾട്ട്കോയിൻസിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എതേറിയത്തിന്റെ കേസിൽ ബിറ്റ്കോയിൻ ഡോമിനൻസ് കൂടുന്ന സമയത്ത് എതേറിയത്തിന്റെ ഡോമിനൻസ് കുറവായിരിക്കും. ബിറ്റ്കോയിൻ ഡോമിനൻസ് കുറഞ്ഞ് എതേറിയം ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുന്ന സെനാറിയോസിലാണ് നമ്മൾ അൾട്ട് സീസൺ കാണാൻ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ, കുറേ കാലങ്ങളായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ, ആ 3 മാസങ്ങളിലായിരിക്കും നമുക്ക് അൾട്ട് കോയിൻസിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാം. സോ അൾട്ട് സീസണ് മുമ്പേ എൻ്ററായി, ബിറ്റ്കോയിൻ ഡോമിനൻസ് ഹൈ നിൽക്കുന്ന സമയത്ത് എൻ്ററായി, അൾട്ട് സീസൺ ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ഒരു 75 ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എക്സിറ്റ് ആവേണ്ടതും അനിവാര്യമാണ്. ഞാൻ ഓൾറെഡി ലാസ്റ്റ് 3 വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. വി ആർ അബൌട്ട് ടു സീ ദ നെക്സ്റ്റ് ലെഗ്. അതിൻ്റെ കൂടെ അൾട്ട് കോയിൻസിന് നല്ല പെർഫോമൻസും. സോ അതേപോലെ എൻട്രി ആയിരിക്കാം ഈ ചാർട്ട്. ഇപ്പോൾ ഏകദേശം 42.31 നമ്മൾ ബിറ്റ്കോയിൻ ഡോമിനൻസ് കാണുന്നത്. സോ 42.31 ശേഷം ഏകദേശം ഒരു 41.56 പിന്നീട് 39.98 ഇറങ്ങി വരും. കാരണം ഒരു റീസെൻറ്റ് സെനാറിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ കണ്ടു. ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷമാണ് ബിറ്റ്കോയിൻ ഡോമിനൻസ് ഈ ഒരു ഡ്രോപ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിരിക്കും. അതായത് ഏകദേശം ഒരു 40.18 അതല്ലെങ്കിൽ ഏകദേശം ഒരു 39.98 എന്ന് പറയുന്ന ഒരു ഡോമിനൻസ് പെർസെൻറ്റേജിലേക്കായിരിക്കും ഇറങ്ങി വരാൻ പോകുന്നത്. സോ ഫോർ ഷുവർ ആ പറയുന്ന ഒരു ടാർഗറ്റ് ബിറ്റ്കോയിൻ ഡോമിനൻസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അൾട്ട്കോയിൻസ് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. എതേറിയം അതിൻ്റെ കൂടെ പെർഫോം ചെയ്യും. അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന സിനാറിയോ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഡോമിനൻസ് ലീസ്റ്റിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ആ ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ കോയിൻസിൻ്റെയും എല്ലാ അൾട്ട്കോയിൻസിൻ്റെ പെർഫോമൻസ് വളരെയധികം കുറയുന്നതായിട്ട് കാണാം. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കൺസോളേഷൻ ഫേസിലേക്ക് പോകുന്നതായിട്ട് കാണാം. സോ ഫോർ നൗ ബിറ്റ്കോയിൻ ഒരു 47 റേഞ്ചിൽ കൺസോളേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കാണേണ്ടത് ബിറ്റ്കോയിൻ്റെ പെർഫോമൻസ് കുറയുന്നതായിട്ടും അൾട്ട്കോയിൻസിന്റെ പെർഫോമൻസ് കൂടുന്നതായിട്ടായിരിക്കും. സോ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട സമയമാണ്. അതിനുശേഷം ഈ 39.98 ഡോമിനൻസ് ഇറങ്ങി വരുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഒരു സെർട്ടൻ പൊസിഷൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു ചാർട്ടാണിത്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബിറ്റ്കോയിൻ, എതേറിയം, അതുപോലെ തന്നെ നിങ്ങളുടെ വാളറ്റിലേക്ക് മസ്റ്റായിട്ട് വേണ്ട, നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ട, റെഫറൻസ് എടുക്കേണ്ട Web3 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രൊജക്റ്റുകളും ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ സ്റ്റിക്ക് അറൗണ്ട് ടിൽ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഓൾ റൈറ്റ്. സോ ബിറ്റ്കോയിൻ USDT പെയറിൽ ബൈനാൻസിലെ ചാർട്ടാണ്. ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് അറൗണ്ട് 47.7K ആണ്. സോ ഫോർച്ചുനേറ്റ്ലി ഈ ഒരു കൺസോളേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ബിക്കോസ് ബിറ്റ്കോയിൻ്റെ കേസിൽ ഞാൻ ലാസ്റ്റ് ലൈവിലും അതിന് മുമ്പത്തെ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അത്രത്തോളം മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു പവർ ബിറ്റ്കോയിന് ഗെയിൻ ചെയ്യാൻ സാധിക്കും. സോ 47.7 ഇപ്പോൾ കൺസോളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സും നമുക്ക് ഈ കൺസോളേഷൻ പ്രതീക്ഷിക്കാം. ഇത് അൾട്ട്കോയിനെ സംബന്ധിച്ച് നല്ല ഒരു സെനാറിയോ ആണ്. കാരണം ഇത്രയും കൺസോൾട്ട് ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിനെ സംബന്ധിച്ച് വീണ്ടും പമ്പ് ചെയ്യാനും അൾട്ട്കോയിനെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ നല്ലപോലെ പെർഫോം ചെയ്യാനും സാധിക്കും. ബട്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ കറക്ഷൻസും അൾട്ട്കോയിനെ എഫക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻട്രിയും എക്സിറ്റും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. സോ ബിറ്റ്കോയിൻ്റെ കേസിൽ ഇനി ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ലൈവിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ 48.8K എന്ന് പറയുന്ന പ്രൈസിന് മുകളിലേക്ക് ബിറ്റ്കോയിൻ ബ്രേക്ക് ഔട്ട് ആവണം. സോ 48.8K മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ 49.5K, പിന്നെ അതിനുശേഷം 50K മുകളിലേക്ക് ബിറ്റ്കോയിൻ നിൽക്കുന്ന കാണുകയാണെങ്കിൽ 52K ആണ് ഒരു റീസെൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ 52.1K മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 57K ആണ്.
സോ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷനിൽ ബിറ്റ്കോയിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അൽക്കോയിൻസിൻ്റെ കേസിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ വളരെ ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 52.5K മുകളിലേക്ക് ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഡു യുവർ ഓൺ റിസർച്ച്. ലൈക്ക് ഐ ടോൾഡ് യു, ഡിസ്ക്ലൈമർ ദാറ്റ് ദിസ് ഈസ് ജസ്റ്റ് ഡാറ്റ, ദിസ് ഈസ് ജസ്റ്റ് എ മെസ്സേജ് ഫ്രം മൈ ഡാറ്റ അനാലിസിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അനാലിസിസ് കാര്യങ്ങൾ നടത്തണം. എൻട്രി ആയാലും എക്സിറ്റ് ആവേണ്ട പോയിന്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. ബിറ്റ്കോയിൻ്റെ കേസിൽ ഈ ഒരു കൺസോൾട്ടേഷൻ അത്യാവശ്യമാണ്. സോ സ്റ്റേ അലേർട്ട്. കാരണം 47.7K കഴിഞ്ഞാൽ 47.9Kയും നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ബ്രേക്കൗട്ട് ആവാനായിട്ടുള്ളത്. സോ ഈ ഒരു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ, ഈ ഒരു ഫേസ്, ഇത് മുകളിലേക്ക് ബ്രേക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ്റെ കേസിൽ നമ്മൾ പുതിയൊരു ഓൾ ടൈം ഹൈ കാണുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 64K ആണ്. 64K ഒക്കെ ബ്രേക്കൗട്ട് ചെയ്ത് ഒരു 100Kയിലേക്ക് നമ്മളെല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്ന പോലെ ബിറ്റ്കോയിൻ്റെ കേസിൽ ഒരു പമ്പ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് ദ മോർ ഇറ്റ് കറക്റ്റ്, ദ മോർ ഇറ്റ് കൺസോൾട്ടേറ്റ്, ദ ഫാസ്റ്റർ ഇറ്റ് ഗോ എന്ന് പറയുന്ന പോലെ ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ അല്ലെങ്കിൽ മാർച്ചോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ബുൾ റൺ അവസാനിച്ച് ഒരു ബെയർ റൺ സെനാറിയോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഹിസ്റ്റോറിക്കൽ മന്ത് തന്നെയാണ് ഇപ്പോൾ ജൂലൈ മാസത്തിൽ നമ്മൾ കണ്ടത്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ബിറ്റ്കോയിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റിക്ക് അറൗണ്ട്, സ്റ്റേ അലേർട്ട് ആൻഡ് പ്ലാൻ യുവർ ട്രേഡ് അഹെഡ്. സോ ദാറ്റ് സെഡ്, നമ്മളിനി കടക്കാൻ പോകുന്നത് എതേറിയത്തിൻ്റെ ചാർട്ടിലേക്കാണ്. എതേറിയം ഈസ് പെർഫോമിംഗ് വെരി വെൽ. ലെറ്റ്സ് സീ. എതേറിയം USDT പെയറിൽ ബൈനാൻസിൽ ഇപ്പോഴത്തെ പ്രൈസ് 3,500 USDT-ലാണ്. എനിക്ക് തോന്നുന്നു എതേറിയം ബ്രേക്കൗട്ട് ആവേണ്ട ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ ബ്രേക്കൗട്ട് ആയി ഓൾമോസ്റ്റ് നിൽക്കുകയാണ്. ബിക്കോസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ട ഒരുപാട് സെനാരിയോസ് എന്ന് പറയുന്നത് NFTസിൻ്റെ ഒരു റവല്യൂഷൻ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ NFTസിലേക്ക് വരുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ ലയണൽ മെസ്സി, പിന്നെ അതുപോലെ NBA പ്ലെയേഴ്സ്, ഒരുപാട് പേര് NFT സെഗ്മെന്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വിസ, ക്രിപ്റ്റോ പങ്കിൻ്റെ പർച്ചേസ്, ഇത്തരത്തിലുള്ള ഒരുപാട് റവല്യൂഷണറി ന്യൂസുകളും അപ്ഡേറ്റുകളും വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ എതേറിയം ഇസ് ആക്ച്വലി ദ ഹോം ഓഫ് NFTs. അപ്പോൾ അതുകൊണ്ട് തന്നെ എതേറിയത്തിന് മറ്റു പല NFT കോയിൻസിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കിട്ടും. ഐ തിങ്ക് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ ഡോമിനൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എതേറിയം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിച്ചൊരു സംശയം ഉണ്ടായിരുന്നു ഇന്നത്തെ ഗൂഗിൾ മീറ്റപ്പിൽ, വൈ എതേറിയം ഈസ് പെർഫോമിംഗ് വെരി വെൽ കമ്പയർ ടു ബിറ്റ്കോയിൻ. കാരണം എതേറിയത്തിൻ്റെ ഡോമിനൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബിറ്റ്കോയിൻ ഡോമിനൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, NFTസിൻ്റെ എൻട്രി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എതേറിയത്തിൻ്റെ കേസിൽ ഇനി നല്ല പെർഫോമൻസ് ഉണ്ടാവും, ഫോളോഡ് ബൈ എതേറിയം. ബാക്കിയുള്ള എല്ലാ ആൾക്കോയിൻസും പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. സോ നെക്സ്റ്റ് എതേറിയത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 4,000 USDT ആണ്. ഒരു 4,000 USDT പമ്പ് ചെയ്യാനായിട്ട് എതേറിയത്തിന് വിത്തിൻ എ വീക്ക് ഓർ 2-3 months എന്തായാലും മസ്റ്റായിട്ട് വേണ്ടി വരും. വിത്തിൻ എ വീക്ക് നമ്മളൊരു ബ്രേക്കൗട്ട് കാണാം. അതിനുശേഷം ഈ ഒരു 4,000 USDT ബ്രേക്കൗട്ട് ചെയ്ത് പമ്പ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം ഒരു 500 USDTയുടെ ചേഞ്ച് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഐ തിങ്ക് അതെല്ലാം വളരെ ഈസി ആയിട്ട് ബ്രേക്കൗട്ട് ആവുന്നതാണ്. സോ ഒരു ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ 35 എന്ന് പറയുന്ന പ്രൈസ്, അതായത് 3,535 എന്ന് പറയുന്ന പ്രൈസിന് മുകളിലേക്ക് നിൽക്കുന്ന കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ട് അറൗണ്ട് ഒരു 4,000 USDT കൂട്ടാം. അതിനുശേഷം 4,300 USDT ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ എതേറിയം പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കേണ്ട കുറച്ച് മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ബിക്കോസ് വി ആർ അബൌട്ട് ടു എൻറ്റർ ദി നെക്സ്റ്റ് ആൾട്ട് സീസൺ. സോ ദാറ്റ് സെഡ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പ്രൊജക്റ്റുകളാണ്. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ Web3 സെഗ്മെൻറ്റിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വഹിക്കാൻ സാധ്യമായിട്ടുള്ള 2 പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചാർട്ട്. ദ ഗ്രാഫ് ഏകദേശം 36th റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. അതുപോലെ തന്നെ ഏകദേശം 1.6 lakh എബോവ് മെമ്പേഴ്സ് വാച്ചിങ് ലിസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രൊജക്റ്റാണ്. ഇപ്പോൾ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് Web3യിലും അതുപോലെ തന്നെ നമ്മുടെ DeFi സെഗ്മെൻറ്റിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വഹിക്കാൻ സാധ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഓൾ ടൈം ഹൈ ഏകദേശം 200 എബോവ് കയറിയിട്ടുണ്ട് ഈ ഇയർ ബിഗിനിങ്ങിൽ, 2021 ബിഗിനിങ്ങിൽ. ഇപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 60 എബോവ് ആണ്. സോ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കൺസോളേഷൻ കഴിഞ്ഞ് ഗ്രാഫും നല്ല രീതിയിൽ പമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നീങ്ങും. ബൈനാൻസിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക, റിസർച്ച് എടുത്ത് നോക്കാം. ഗ്രാഫിന് എന്താ പറയുക, ഇവിടുത്തെ നമ്മളെ എക്കോണമിക് സിറ്റുവേഷൻസിന് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരാനും സാധ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞത്. സോ ഗ്രാഫിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള GRT ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രോജക്റ്റ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചും ഇനി വരാൻ പോകുന്ന പ്രൈസ് ആക്ഷൻസും എല്ലാം നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. സോ ബൈനാൻസിൽ ഗ്രാഫ് USDT പെയറിൽ ഇപ്പോൾ 1 day ടൈം ഫ്രെയിമിൽ ഇത് ലിസ്റ്റായിട്ട് ഏകദേശം ഒരു 1 year ആകുന്നേ ഉള്ളൂ.
ഉള്ളൂ. ഓൾമോസ്റ്റ് 2020 ഡിസംബറിലാണ് ഇത് ലിസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള അറൌണ്ട് 2.87 USDT പ്രൈസിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ ടൈം ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത് ഏകദേശം 2.339 USDTയിലാണ്. ഇപ്പോഴത്തെ പ്രൈസ് നോക്കുന്ന സമയത്ത് ഒരു ബോട്ടം പ്രൈസ് കിട്ടിയ പോലെ, ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടം പ്രൈസ് കിട്ടിയ പോലെ ഉണ്ട്. അറൌണ്ട് 0.4865ലേക്കാണ് നിൽക്കുന്നത്. സോ ഇപ്പോൾ ഒരു പുതിയൊരു ഹൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1.074ലാണ്. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് ഒരു മുകളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1.074 ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് വേണം ഗ്രാഫിനെ സംബന്ധിച്ച് ഒരു അടുത്തൊരു പുതിയ ഹൈറ്റ് ആയിട്ടുള്ള 1.6806ലേക്ക് എത്തേണ്ടത്. സോ ഗ്രാഫിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Web3 ഡെവലപ്മെൻറ്റ് ഫേസിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്ന പ്രൊജക്റ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വഹിക്കാൻ പറ്റും. നിങ്ങൾ ഇനി നോക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം തന്നെ NFT, ഗെയിമിംഗ്, അതുപോലെ തന്നെ DeFi സെഗ്മെൻറ്റുകൾ കണക്ട് ചെയ്തിട്ടാവണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഗെയിമിങ്ങിനെയും NFTനെയും അതുപോലെ DeFi സെഗ്മെൻറ്റുകളെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളായിരിക്കും. അതിൽ എതേറിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളിൽ ഒന്നാണ് GRT ടോക്കൺ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു പ്രോജക്റ്റാണ്. എന്തായാലും ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2.339ലേക്ക് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ള പ്രൈസിലേക്കൊക്കെ ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട് GRTക്ക് സാധിക്കും. ബിക്കോസ് അതിൻ്റെ എക്കോസിസ്റ്റം DeFiയുമായി കണക്റ്റഡ് ആയിരിക്കും. ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസും കാര്യങ്ങളും DeFi ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ടാർഗറ്റ് ഇസ് അറൌണ്ട് 1.68, സെക്കൻഡ് ടാർഗറ്റ് വുഡ് ബി അറൌണ്ട് 2.339. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് മാറ്റിവെക്കുക. ഈ ഒരു റണ്ണിൽ, ഈ ഒരു ലെഗിൽ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഫൈൽ കോയിൻ അഥവാ FIL എന്നറിയപ്പെടുന്ന ഏകദേശം 5600 റുപ്പീസിന് മുകളിലാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 23 ആണ്. 1.65 ലാക്ക് വാച്ച് ലിസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഒരുപാട് ആൾക്കാർ നോക്കിക്കാണുന്ന ഒരു പ്രൊജക്റ്റാണ്. കാരണം നമ്മളിപ്പോൾ ആമസോണിൻ്റെ ഒക്കെ കേസ് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് എൻറ്റിറ്റിയുടെ അണ്ടറിലായിരിക്കും. അപ്പോൾ അത് ഹാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് വളരെ ടൈം കൺസ്യൂമിങ്, എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബട്ട് ഫൈൽ കോയിൻ പ്രൊജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ടും എല്ലാം ചെയ്യുന്ന ഡാറ്റ സ്റ്റോറിങ് ഡീസെൻട്രലൈസ്ഡ് വേയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫയൽ കോയിൻ പ്രൊജക്റ്റിന് സാധിക്കും. സോ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയുള്ള പ്രോജക്റ്റാണ്. ഈ ഒരു റണ്ണിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 14K 14,000 രൂപയ്ക്ക് മുകളിലേക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. നിങ്ങളതായ റിസർച്ചിലേക്ക് മാറ്റി വെക്കേണ്ട പ്രോജക്റ്റും കൂടിയാണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ബൈനാൻസിൽ ഫയൽ കോയിൻ്റെ FIL എന്ന് പറയുന്ന നെഗറ്റീവ് ടോക്കൺ ലിസ്റ്റഡ് ആണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇനി അങ്ങോട്ടേക്കുള്ള പ്രൈസ് ആക്ഷൻസ് കാര്യങ്ങളും എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2020ലാണ് FIL എന്ന് പറയുന്ന കോയിൻ ലിസ്റ്റ് ഔട്ട് ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള പ്രൈസ് പോയിട്ടുള്ളത് ഏകദേശം 237 USDT ആണ്. ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത് അറൌണ്ട് 191 USDTയിലാണ്. സോ ഇപ്പോൾ ഫയൽ കോയിനെ സംബന്ധിച്ച് പ്രൈസ് റേഞ്ചിൽ ഒരു ബോട്ടം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് അറൌണ്ട് 39-40 USDTയിലൊക്കെ ഒരു ബോട്ടം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ബൗൺസ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് ആവേണ്ട ആവേണ്ട ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് 89.31 ആണ്. സോ 89.31 ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പ്ലാൻ ചെയ്യാം. കാരണം അടുത്ത ടാർഗറ്റ് വരാൻ പോകുന്നത് അറൌണ്ട് 132.73 USDT ആണ്. അപ്പോൾ അതൊരു ബഫറിംഗ് ടൈം എടുത്തിട്ട് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും എക്സാക്ട്ലി ഞാൻ തരുന്ന ഈ ടാർഗറ്റിൽ തന്നെ മീറ്റപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പാരാബോളിക് മൂവ് നമുക്ക് ഫെബ്രുവരി തൊട്ട് കണ്ടു. അതിനുശേഷം ഒരു കറക്ഷൻ ഫേസിലാണ്. ഇനി അടുത്ത ഒരു പാരാബോളിക്, ഈ ഒരു പാരാബോളിക്കിന് ശേഷം അടുത്തൊരു പാരാബോളിക് മൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫയൽ കോയിൻ. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല എൻട്രി പോയിന്റ് നിങ്ങൾ ഈ ടാർഗറ്റിൽ നിന്ന് മെൻഷൻ ചെയ്ത ടാർഗറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ എൻട്രി ആവുക. അതിനനുസരിച്ച് നിങ്ങൾ എക്സിറ്റ് ആവുക, പ്രോഫിറ്റ് എടുക്കുക. ബിക്കോസ് ഒരു ബോട്ടം പ്രൈസിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഫയൽ കോയിൻ നിൽക്കുന്നത്. സോ ഒരു നല്ല പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ആയിട്ട് കുറച്ച് പൊസിഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാം. സോ ഈ ചാനലിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ ലോങ് ടൈം പോർട്ട്ഫോളിയോയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ മാറ്റി വെക്കാം. ഡു യുവർ ഓൺ റിസർച്ച് ബിഫോർ ഇൻവെസ്റ്റിംഗ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് വെക്കണം. ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ഡൗൺ ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഐ വിൽ കമ്മിങ് ബാക്ക് വിത്ത് ഓൾ ദീസ് കൈൻഡ് ഓഫ് പ്രോജക്ട്സ് വിച്ച് വിൽ give you more money in the crypto field. That said, this is your Crypto Master signing off from Crypto Tribe. I will be seeing you very soon. Godspeed.